ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് അധ്യക്ഷൻ ഷാദിഖ് അലി, വേദിയിലുള്ള എൻ്റെ ചങ്ങാതിമാരെ, ചെറുപ്പക്കാരുടെ നേതാക്കന്മാരെ, സ്നേഹജനങ്ങളെ, അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ വിജയകരമായിട്ടുള്ള മഹാസമ്മേളനം കേരളത്തിലെ ചെറുപ്പക്കാർ, യുവാക്കൾ മുസ്ലിം ലീഗിൻ്റെ കൂടെയല്ലെന്ന് പ്രചരണം നടത്തുന്നവരുടെ എല്ലാവരുടെയും ധാരണകൾ തെറ്റിച്ചുകൊണ്ടാണ് ഈ അറബിക്കടലിൻ്റെ ദൂരത്ത് ഇത്രയധികം ജനങ്ങൾ, ചെറുപ്പക്കാർ വന്നു ചേർന്നിട്ടുള്ളത് എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തന കാലാവധി പൂർത്തീകരിച്ച് പുതിയ ഒരു നേതൃത്വത്തിന് വേണ്ടിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാനും അതിന് നേതൃത്വം നൽകുവാനും എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും എല്ലാവിധത്തിലുമുള്ള സ്വാഗതം ഞാൻ ആദ്യമേ ഇവിടെ വെച്ച് പറഞ്ഞുകൊള്ളട്ടെ. മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾക്കിടയിൽ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകി 4 വർഷക്കാലം വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്നവർ ഈ സമ്മേളനത്തെ അഭിസംബോധിച്ചിട്ടുള്ളത് എന്നെനിക്കറിയാം. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ ഊർജമെന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്, നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണ് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇന്ത്യയിൽ ന്യൂനപക്ഷ സമൂഹം അത് വളരെ നല്ല രീതിയിൽ അതിനെ സംഘടിപ്പിച്ച് നാടിൻ്റെ രക്ഷയ്ക്കും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി, സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭംഗിയായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ധാരാളം ജാതികളും ഉപജാതികളും മതങ്ങളും ഭാഷകളുമുള്ള ഒരു രാജ്യത്ത് ഈ വൈവിധ്യമെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, പിന്തള്ളപ്പെട്ട് കിടക്കുന്നൊരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്നതിൻ്റെ ഉത്തരമാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രത്യേകമായി സംഘടിക്കുന്നത് അപകടമാണെന്നും അത് വിഭാഗീയതയാണെന്നും അത് വർഗീയതയാണെന്നും വ്യാപകമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമുണ്ടായിരുന്നു. മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1948 ഈ പാർട്ടി സംഘടന നിർത്താൻ തീരുമാനിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത ആളുകളും ഈ കാരണം വെച്ചാണ് ചോദിച്ചത്. ഇന്ത്യയുടെ പുരോഗതി ഉണ്ടായാൽ ആ പുരോഗതി എല്ലാ സമൂഹങ്ങൾക്കും ഉയർച്ച ഉണ്ടാകുന്നത് പോലെ, വളർച്ച ഉണ്ടാകുന്നത് പോലെ മുസ്ലിം സമുദായത്തിനും അതനുസരിച്ചുണ്ടാകും എന്ന ചിന്തയും പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ വാദഗതി ഉന്നയിച്ച എല്ലാവരും പിന്നീട് തെറ്റുതിരുത്തി. ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമുണ്ട്, ന്യൂനപക്ഷ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട്, അവരുടെ പ്രശ്നം ഗൗരവതരമായിട്ട് എടുക്കേണ്ടതാണ് എന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചൊരു കാലമാണ്. നിങ്ങൾക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി, ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആദർശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ന്യൂനപക്ഷ മോർച്ചയുണ്ട്.
അത് ന്യൂനപക്ഷങ്ങളെ അവർക്ക് ആകർഷിക്കാൻ വേണ്ടിയാണെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് അവർ സമ്മതിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മൈനോറിറ്റി സെല്ലുണ്ട്. ജനതാദളിന് ന്യൂനപക്ഷങ്ങളുടെ മൈനോറിറ്റിയുടെ പ്രത്യേക പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട്. മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും മൈനോറിറ്റി വിങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്നും എല്ലാവരും അംഗീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ 10-65 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു യാഥാർത്ഥ്യം, ഈ ഒരു സത്യം ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് ബോധ്യമാവുകയും അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം കൊടുക്കുകയും ചെയ്തു എന്ന് നാം കാണണം. എത്രയോ വർഷം കഴിഞ്ഞ ശേഷമാണ് ഇവർക്കിത് ഇങ്ങനെ ഒരു കാര്യം തോന്നാൻ തുടങ്ങിയത്. ന്യൂനപക്ഷ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ പാർട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിലും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വൈകാരികമായി ഇതിനെ നോക്കാൻ കഴിയുന്നില്ല തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ന്യൂനപക്ഷ ശക്തീകരണത്തെ തകർക്കാൻ പല പല വേദികളും പാർട്ടികളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾക്കറിയാം, എത്രയോ വർഷകാലമായി ജനാധിപത്യത്തെ മറുഭാഗം നിന്നുകൊണ്ട് വോട്ടിങ്ങിനെ ശരിയായ രീതിയിൽ വിവരിക്കാതെ നിർവചിക്കാതെ വിട്ടുനിന്നിട്ടുള്ള പാർട്ടികൾ, ചില വിഭാഗം ജനാധിപത്യത്തെ അംഗീകരിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ വൈകാരികമാണെന്നും ഈ വരുന്ന പ്രശ്നങ്ങളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ പാർട്ടികൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ എല്ലാ പാർട്ടികളും വാസ്തവത്തിൽ കേരളത്തിലെ മുസ്ലിം ശാക്തീകരണത്തെ തകർക്കാനും ക്ഷീണിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് ആ പാർട്ടികൾക്കൊന്നും തന്നെയും ശരിയായ രീതിയിൽ നിൽക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും അവർക്ക് സാധ്യമാകുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും നിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് വളരെ വളരെ പിന്നോട്ട് നിന്നിട്ടുള്ള പിന്നിൽ പോയിട്ട് സമൂഹമാണ്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. രാജ്യത്തിന്റെ വൈദേശിക മേധാവിത്വത്തിനായി അത് പറങ്കികൾ വന്ന കാലം തുടങ്ങി, ബ്രിട്ടീഷുകാർ വന്ന കാലം തൊട്ട് അവരെ ഈ വൈദേശിക മേധാവിത്വത്തിനായി അടിപതരാതെ ശക്തമായി നിലയുറപ്പിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് മുന്നോട്ട് പോയിട്ടുള്ള സമൂഹമാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. സൂര്യനെ സ്തംഭിക്കാത്ത സാമ്രാജ്യത്തോടാണ് നാം സമരം ചെയ്തത്. എല്ലാവരും അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ അവരുടെ ഭാഷ തന്നെ ബഹിഷ്കരിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞത്. അങ്ങനെ രാജ്യത്ത് എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും വിട്ടുപോന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ജീവൻ കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള സമൂഹത്തിന്റെ സന്തതികളാണ് നമ്മൾ. എത്രയോ ആളുകളെയാണ് നാട് കടത്തപ്പെട്ടത്. അന്തമാനിലേക്ക് നടത്തപ്പെട്ടവരുണ്ട്. ബെല്ലാരി ജയിലുകളും മറ്റു ജയിലുകളിലും നമ്മൾ ആളുകളെ കൊണ്ടുപോയവരുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. തിരൂരിലെ വേഗൻ രാജ്യ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. എത്രയോ ആളുകൾ ബ്രിട്ടീഷുകാരുടെ അക്രമത്തിന്റെ മുന്നിൽ വിരിമാറ് കാണിച്ച് വെടിയുണ്ടക്ക് വിരിമാറ് കാണിച്ച് മരിച്ചു വീണിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അത് വാര്യംകുന്നത്ത് കുഞ്ഞാമതാജി ആണെങ്കിലും ആലി മുസ്ലിയാരാണെങ്കിലും ചമ്പർശ്ശേരി തങ്ങന്മാരാണെങ്കിലും മമ്പറം തങ്ങളാണെങ്കിലും ഉമർ ഖാദി ആണെങ്കിലും ചരിത്രം പരിശോധിക്കുക. രാജ്യത്തിന്റെ വൈദേശിക മേധാവിത്വത്തിനായി എല്ലാം നഷ്ടപ്പെട്ട് വിരിമാറ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സമൂഹമുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുസ്ലിം സമൂഹമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി.
നമ്മുടെ ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സമൂഹമുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. വളരെ വളരെ പുറകോട്ട് പോയി. എഴുതാനും വായിക്കാനും അറിയാത്ത സമൂഹമായിരുന്നു. വിദ്യാലയങ്ങളിൽ പോകാൻ സൗകര്യമുണ്ടായിരുന്നില്ല. വിദ്യാലയം ഉണ്ടെങ്കിലും കുട്ടികളെ പറഞ്ഞേക്കാൻ കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ സംഘടന നമുക്ക് കൊടുത്തത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഈ ന്യൂനപക്ഷ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പരമപ്രധാനമായും കണ്ടത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ്. നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്നത് 1967 സപ്തകക്ഷി മുന്നണിയിൽ. അന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പിലെടുത്തു. ഭരണം കിട്ടുമ്പോൾ ഏത് വകുപ്പാണ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് അന്നത്തെ നേതാക്കന്മാർക്ക് പൂർണ്ണമായൊരു ബോധ്യമുണ്ടായിരുന്നു. ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ, ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസം കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നാം ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത്. നിങ്ങൾ ആലോചിക്കണം, CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ നമ്മുടെ നാട്യമ്പുറങ്ങളിൽ ഒരു പ്രൈമറി വിദ്യാലയം പോലും ഉണ്ടായിരുന്നില്ല. 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടി ചേർന്നാൽ 10-ാം ക്ലാസ്സിൽ എത്തുന്നത് അപൂർവങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ എല്ലാ വിദ്യാഭ്യാസ ഉപജില്ലകളിലും പോക്കറ്റ് ഓഫീസർമാർ എന്ന പേര് കൊടുത്ത് ചിലരെ നിയോഗിച്ചു. ഉദ്യോഗസ്ഥന്മാരായി അധ്യാപകന്മാരെ നിയോഗിച്ചു. അവരെ ജോലി ഒരു മുസ്ലിം കുട്ടി 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ ആ കുട്ടികൾ വഴിയിൽ കൊഴിഞ്ഞു പോയാൽ രക്ഷിതാക്കളെ പോയി കണ്ട് ആ കുട്ടികളെ വീണ്ടും വിദ്യാലയത്തിൽ കൊണ്ടുവരിക എന്ന ജോലിയായിരുന്നു എടുത്തിരുന്നത്. കാർഷിക രംഗത്തുള്ള മുസ്ലിങ്ങളായതുകൊണ്ട് അവിടെ രക്ഷിതാക്കളോടൊപ്പം വയലുകളിൽ നടക്കുകയും അവരുടെ കന്നുകാലികളെ മേക്കുകയും അതിന് സൗകര്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ വിദ്യാലയത്തിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായി. ജന്മി കുടിയാന്മ നിൽക്കുന്ന ഒരു കാലഘട്ടമാകിയതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം കുടിയാന്മാരായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് അന്നുണ്ടായിരുന്നത്. എല്ലാം കൊണ്ടും പിന്നോട്ട് നിന്നൊരു സമൂഹം, യാതൊരു രക്ഷയുമില്ലാത്ത സമൂഹം. ആ സമുദായത്തിനിടയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ വെള്ളി വെളിച്ചം നൽകി. എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളും ആവശ്യമുള്ള ഇടത്ത് തുടങ്ങാൻ തീരുമാനിച്ചു. വിദ്യാലയം കൊടുക്കാൻ തീരുമാനിക്കുമ്പോ ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. CH മുഹമ്മദ് കോയ സാഹിബും അന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഓരോ സ്ഥലത്തെയും കാരണന്മാരെ പോയി കണ്ട് നിങ്ങൾ വിദ്യാലയം നടത്തണമെന്ന് അവർ നിർബന്ധിപ്പിച്ചു. CH മുഹമ്മദ് കോയ സാഹിബിന്റെ കാലത്താണ് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഹൈസ്കൂൾ വേണമെന്ന് തീരുമാനമെടുത്തത്. വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് CH മുഹമ്മദ് കോയ സാഹിബിന്റെ കാലത്താണ്. നിങ്ങൾക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് എന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ മലബാറിന്റെ വിദ്യാഭ്യാസ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കാൻ CH മുഹമ്മദ് കോയ സാഹിബ് നേതൃത്വത്തിലുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് സമൂഹത്തിനകത്ത് എതിർപ്പായിരുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ലെന്ന വാദമായിരുന്നു. പാലക്കാട് പൂക്കോയത്തങ്ങളുടെ നേതാക്കന്മാർ മദ്രസ യോഗങ്ങളിൽ വയൽ പരിപാടിയിൽ കയറി വന്ന് നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പ്രസംഗിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ ഒരു തലമുറ രക്ഷപ്പെടുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ കാലമെത്ര കഴിഞ്ഞു. നമ്മുടെ മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രിമാർ, CHന് ശേഷമുള്ള മന്ത്രിമാർ, അത് UAB സാഹിബ് ആവട്ടെ, ET മുഹമ്മദ് ബഷീർ സാഹിബ് ആവട്ടെ, സൂപ്പി സാഹിബ് ആവട്ടെ, അബ്ദുറബ് സാഹിബ് ആവട്ടെ, മറ്റു നേതാക്കന്മാരാവട്ടെ, അവരെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തപ്പോ ഈ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് പരിശ്രമിച്ചത്. ഇന്ന് നിങ്ങൾ കോളേജിന് മുമ്പ് ക്യാമ്പസിന് പോയി നോക്കൂ. ആൺകുട്ടികളിലേറെ മഫ്തകിട്ട ധാരാളം പെൺകുട്ടികൾ കോളേജിൽ നിന്നും കടന്നു വരുന്നത് കാണാൻ കഴിയും. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിൽ പോയി നോക്കൂ. പർദ്ദയിട്ട നമ്മുടെ മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ, വിദ്യാഭ്യാസത്തിന്റെ 4 പോലും വരാൻ കഴിയാത്തവർ ധാരാളം വിദ്യാലയത്തിൽ നിന്ന് വരുന്നു, കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായി. വിദ്യാഭ്യാസ മേഖല തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലാണ് എന്നാണ് ലീഗ് വിശ്വസിച്ചത്. അതിൻ്റെ ഒരു മാറ്റമാണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങൾ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തനം ഈ കേരളത്തിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ആർക്കും ആക്ഷേപം ഉന്നയിക്കാം. ലീഗിനെ വിമർശിക്കുന്നവരോട് നമുക്ക് വിരോധമില്ല. ലീഗിന്റെ പ്രവർത്തനമോ ലീഗിന്റെ നിലപാടുകളോ നയപരിപാടികളോ വിമർശിക്കുന്നവരോട് നമുക്ക് വിരോധമില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് അശേഷം മടിയില്ല. എന്നാൽ ഇന്ത്യ രാജ്യ സംഘങ്ങളെ നിങ്ങൾ സംഘടിച്ചു. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങളൊരു പഠനയാത്രയായിട്ട് പോകൂ നോർത്ത് ഇന്ത്യയിലേക്ക്. കേരളം വിട്ടൊന്ന് യാത്ര ചെയ്യൂ. എന്താണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി? ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോടല്ല, ഈ കാസർഗോഡോ മലപ്പുറമല്ല. ഇന്ത്യ രാജ്യം എന്ന് വിശാലമായിട്ടൊരു രാജ്യമാണ്. നിങ്ങൾ അവിടെ സഞ്ചരിച്ചു നോക്കൂ. എന്താണ് നമ്മുടെ സ്ഥിതി? നമ്മുടെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാളെക്കാളും പിന്നിൽ നിൽക്കുന്ന മുസ്ലിം സമൂഹം, എഴുതാനും വായിക്കാനും അറിയാത്തവർ, വിദ്യാഭ്യാസം കാണാൻ സാധിക്കാത്തവർ, വൈദ്യുത വെളിച്ചം കാണാത്തവർ, വികസനം കാണാത്തവർ, സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു കൂര പോലുമില്ലാത്ത ദരിദ്ര ലക്ഷങ്ങൾ, അരപ്പട്ടിണിക്കാർ, മുഴുപട്ടിണിക്കാർ. ഞാൻ ലീഗിനെ പറ്റി വിമർശിക്കുന്നവരെ നിങ്ങൾ കേൾക്കുക. അവരുമായി നിങ്ങൾ ഒന്ന് സഞ്ചരിക്കുക. ഇന്ത്യ രാജ്യത്തെ മറ്റു സ്റ്റേറ്റുകളിൽ പോയി നോക്കുക. അവിടെ സ്ഥിതി എന്താണ്, നമ്മുടെ സ്ഥിതി എന്താണ് നിങ്ങൾക്ക് വിലയിരുത്തൂ. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇദൃശ്യമായ നേട്ടമുണ്ടായത്, അഭിമാനകരമായ വിജയമുണ്ടായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പിന്നിൽ അടിയുറച്ച് പച്ചപ്പതാക ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ഈ പാർട്ടി വളരെ കഷ്ടപ്പെട്ട് സഹിച്ചുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഈ പതാക, അതിനഭംഗുരം അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തേക്കുള്ള പ്രയാണത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അസ്സലാമു അലൈക്കും.